ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്. അത് കാരണം മെയിനായിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയിരിക്കുന്നത് ജാസിയെ പോലത്തുള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാനാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കേസും ഒക്കെ ആയിരുന്നു. ഇപ്പം പുതുതായിട്ടൊരു ബില്ല് വന്നതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പ്രശ്നമില്ലാതിരിക്കണം, ഇതൊക്കെ ഒരു കുഴപ്പമില്ലാതിരിക്കണമെങ്കിൽ ജനിച്ചപ്പോൾ തൊട്ടേ ഇതേ കണക്കത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേ കണക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കണക്ക് സർജറി ചെയ്ത് മാറിയവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവർക്കുണ്ടെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെന്നും പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞതായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതേ കണക്ക് വന്നിട്ട് പറയുന്നത്. അങ്ങനത്തെ ഉള്ളവർക്കുണ്ടെങ്കിൽ ഇനി അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അതേപോലെ തന്നെയാണ് ജാസിക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ജാസി പലവട്ടം പറഞ്ഞിട്ടുള്ളത് ഇതേ കണക്ക് ഞാൻ സർജറി ചെയ്യും അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരുപാട് 2-3 വർഷം മുമ്പ് സർജറി ചെയ്തവരെ പോലും ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജാസി സർജറി ചെയ്തിട്ടില്ല, ഇതേ കണക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പല അഭ്യാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഗർഭിണിയാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്. ഇനി തൊട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരെ ചൊവ്വേ തന്നെ നിൽക്കണം. അതല്ലെങ്കിൽ ഇതേ കണക്ക് സർജറി ചെയ്ത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കാണിച്ച് മാത്രമേ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ നടക്കൂ. അതല്ലെങ്കിൽ ഇനി ഇതേ കണക്കത്തുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.